ഹേ ഗൈസ്, ഞാൻ ജോബി. ഇതെൻ്റെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ ആണ്. സോ തംബ്നെയിൽ കണ്ടവർക്കറിയാം ഞാൻ എന്താണ് ഈ ചാനലിലൂടെ കാണിക്കാൻ പോകുന്നതെന്നുള്ളത്. നമുക്കെല്ലാവർക്കും ടോയ്സ് ഇഷ്ടമല്ലേ? ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും ഇത് ഇന്ന ടോയ് വേണം എന്ന് പറഞ്ഞ് നമ്മുടെ പാരൻസിനോട് വാശി പിടിക്കുകയും കരയുകയും ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ഞാനും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ്. എനിക്ക് ഈ മിനിയേച്ചർ സൈസിലുള്ള പ്രത്യേകിച്ച് കാർസ്, ബൈക്സ് ഒക്കെ ഈ ഭയങ്കര ക്രേസായിരുന്നു. അപ്പോൾ ഞാനും അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. കാർസിനോടുള്ള ഇഷ്ടം പിന്നെ അത് വലുതായി ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്കെയിൽ മോഡൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് വാങ്ങുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി ഞാൻ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നും ഇവൻ ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ലേ, അല്ലെങ്കിൽ ഇവൻ ഈ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാഷനാണ് അല്ലേ? വണ്ടികളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ വണ്ടിപ്രാന്തുള്ളവർക്ക് മാത്രമേ നമ്മുടെ ഈ പാഷൻ മനസ്സിലാവുള്ളൂ. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണിത്. സോ ഈ ചാനലിലെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. സോ ഞാൻ ഇന്ന് വന്നത് ഞാൻ ആദ്യം മേടിച്ച എൻ്റെ കുറച്ച് 1:64 സ്കെയിലിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. വാ. ഫസ്റ്റ് വാങ്ങിയത് ആമസോണിൽ നിന്ന് ഹോട്ട് വീൽസിൻ്റെ കാർസാണ്. അത് ടൊയോട്ട ലാൻഡ് ക്രൂയിസർ. നമുക്കറിയാമല്ലോ, ലാൻഡ് ക്രൂയിസർ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. ഞാനും അങ്ങനെ ആമസോണിലാണ് ഫസ്റ്റ് ഞാൻ മിനിയേച്ചേഴ്സിൻ്റെ ഒക്കെ കളക്ഷൻസൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചാണ്. ഇതിന് അറൗണ്ട് 500 റുപ്പീസാണെന്ന് തോന്നുന്നു. ഞാൻ റേറ്റ് ഓർക്കുന്നില്ല, കുറേ മുമ്പ് വാങ്ങിയതാണ്. ഇതിൻ്റെ ഒപ്പം ഞാൻ ഹോട്ട് വീൽസിൻ്റെ വേറെ മേടിച്ചത് ബെൻസിൻ്റെ ട്രക്കാണ്. ഈ ട്രക്ക് നിങ്ങൾ ഈ ഡെസേർട്ട് റാലിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ റാലി ഡെസേർട്ടിൽ കൂടെ നടത്തുന്ന ഒരു വലിയ റാലി ഉണ്ടല്ലോ, അതിലുപയോഗിക്കുന്ന ട്രക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ഡീറ്റെയിലിംഗ് എല്ലാം കൊള്ളാം. മുകളിൽ ടയേഴ്സ് വന്നിട്ടുണ്ട്, പിന്നെ എക്സോസ്റ്റ് പൈപ്പാണെന്ന് തോന്നുന്നു ഇത് രണ്ടും, ഫ്യൂവൽ ടാങ്ക്, ഹെഡ്ലൈറ്റ്സ്. പിന്നെ പൊതുവേ ഹോട്ട് വീൽസിന് ഡീറ്റെയിലിംഗ് കുറച്ച് കുറവാണ്. പ്രീമിയം എഡിഷനിൽ ഡീറ്റെയിലിംഗ് ഉണ്ട്, അല്ലാത്ത മോഡലൊക്കെ ഡീറ്റെയിലിംഗ് കുറവാണ്. ഇതൊന്നും അത്ര ഡീറ്റെയിലിംഗ് ഉള്ള മോഡൽസ് അല്ല. മൂന്നാമത് വാങ്ങിയത് ജീപ്പിൻ്റെ തന്നെ ട്രക്കാണ്. ഇതിൻ്റെ റൂഫിൽ ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്, മുകളിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് മേടിച്ച മോഡലാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ ആദ്യം വാങ്ങിയ ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻസ്. പിന്നെ ഞാൻ വാങ്ങിയത് നമ്മുടെ കേഡ ഹൗസിൻ്റെ ഡാറ്റ്സൺ 510 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ ഒന്നും ബോക്സുകളൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല, അതൊക്കെ ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഡീറ്റെയിലിംഗ് കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ ടയേഴ്സ് കണ്ടോ, ഇത്ര നല്ല ഡീറ്റെയിലിംഗാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ റോൾ കേജ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി നല്ല കുറച്ചുകൂടെ ഗ്ലോസിയാണ്. നമുക്ക് ആ പെയിൻറ്റ് ക്വാളിറ്റി നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇത് ഫ്രണ്ടിലെ ബോണറ്റ് നമുക്ക് തുറക്കാൻ പറ്റും. ഒരു മിനിറ്റ്, യെസ് കണ്ടില്ലേ, ഇതിൻ്റെ ബോണറ്റ് നമുക്ക് തുറക്കാൻ. ഇതിൻ്റെ ഉള്ളിലെ എൻജിൻ റൂമെല്ലാം നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഉള്ള മോഡലാണിത്. ഇതിനൊക്കെ റേറ്റും കുറച്ച് കൂടുതലാട്ടോ. ഡീറ്റെയിൽ കൂടുന്നതിനനുസരിച്ച് റേറ്റും കൂടും. ആണല്ലേ, 1971 ഡാറ്റ്സൺ 510 എന്ന് പറഞ്ഞ മോഡലാണിത്. ഇനിയുള്ളത് BMW M4 GT3 എന്ന് പറയുന്ന മോഡലാണ്. ഇത് മിനി GT എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 1:64 സ്കെയിലിൽ വരുന്ന മോഡലാണ്. ഇത് ബേസിക്കലി ഇതൊരു റേസ് കാറാണ്. ആണല്ലേ, ഇതൊരു ബേസിക്കലി ഒരു റേസ് കാറാണ്. ഇതിനകത്ത് ഒരുപാട് സ്പോൺസേഴ്സ് നമുക്ക് കാണാം. ലിക്യു മോളിൻ്റെ സ്പോൺസർഷിപ്പ് കാണാം. പിന്നെ ബാക്കിലൊരു സ്പോയിലർ വരുന്നുണ്ട്. ഫ്രണ്ടിലൊക്കെ ഡീറ്റെയിലിംഗ് നോക്കുക, അസാമാന്യ ഡീറ്റെയിലിംഗ് ആണ്. ഉണ്ടോ? പിന്നെ ഇതിൻ്റെ ഒന്നും മിറേഴ്സ് കണ്ടോ, പൊട്ടുന്ന ടൈപ്പല്ല, കുറച്ച് ഇതൊക്കെ റബ്ബറാണ് വരുന്നത്. കുറച്ചും കൂടെ കാലം ലാസ്റ്റ് ചെയ്യും. മറ്റേതൊക്കെ ഹാർഡായിട്ടുള്ളതൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്ത് പൊട്ടിപ്പോവും. ഇത് കുഴപ്പമില്ല കേട്ടോ, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു, നമുക്ക് എപ്പോഴും ഷോക്കേസിൽ എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ വളരെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ജിപ്സി. ഇത്രയും ചെറിയ ജിപ്സി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
ജിമിനി എന്നൊക്കെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചാൽ കേട്ടോ, ഓട്ടോമാനിയ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ആക്സസറീസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. റൂഫിൽ വെക്കുന്ന ഒരു റൂഫ് ടോപ്പൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ ഊരി വെച്ചേക്കാണ്. പിന്നെ ടയേഴ്സിലൊക്കെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ടല്ലേ, നല്ല രസമുള്ള ജിപ്സിയാണ്. അപ്പോൾ ഇതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വേഗം മേടിച്ചതാണ്. കാരണം എനിക്കറിയാം ഇതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് സെയിൽ ഔട്ടായി തീരുന്ന സാധനങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ വേഗം മേടിച്ചത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹമ്മറാണ്, H1. ഇത് അക്രിലിക് കേസിൽ വരുന്ന ഹമ്മറാണ്. ഇത് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മോഡലാണ്, H1 ഉണ്ടോ. അപ്പോൾ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഇതും ഞാൻ ഓൺലൈൻ തന്നെ മേടിച്ചത്, ഓട്ടോമാനിയിൽ തന്നെയാണ് മേടിച്ചത്, ആ സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കുക സാർ, അടിപൊളിയല്ലേ. ടയേഴ്സ്, റൂഫിൽ ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. അതാ ഞാൻ പറഞ്ഞു, ഡീറ്റെയിലിംഗ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഒക്കെ വില കൂടും കേട്ടോ. ഇതിനൊക്കെ നല്ല വിലയുണ്ടെന്നാണ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്നാലും ഒരു 10,000, 2,500 ആ റേഞ്ചിൽ വരുന്ന, ആ റേറ്റ് വരുന്ന ഒരു മോഡലാണ് ഇതൊക്കെ. പിന്നെ ഞാൻ കാണിക്കാം നമ്മൾ അടുത്ത മോഡൽ പോർഷയുടെ RWB ഡിസൈൻ ചെയ്തിട്ടുള്ള യുണീക്ക് ഡിസൈൻ സ്റ്റൈലുള്ള കാറാണ്. നല്ല വൈഡ് ആംഗിൾ ആയിട്ടുള്ള ബോഡി കിറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള RWB നിങ്ങൾ പിന്നെ അറിയാമല്ലോ, പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ലിമിറ്റഡ് എഡീഷനാണ് കണ്ടോ, 64th പീസാണിത്. അപ്പോൾ ഇതും എനിക്ക് ഇതൊക്കെ ഞാൻ ഓട്ടോമാനിയിൽ തന്നെ മേടിച്ചത്. ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന മോഡലായതുകൊണ്ട് വേഗം മേടിച്ചതാണ് ഇതൊക്കെ. എനിക്ക് ഇതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് അറൗണ്ട് ഒരു 3,000 റുപ്പീസ് വരുന്ന ഒരു മോഡലാണ്, 1:64 സ്കെയിൽ വരുന്ന മോഡലാണ്. നിങ്ങൾക്ക് ഇതിനുണ്ട് ഇഷ്ടപ്പെട്ട ഗൈസ്. പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടുന്ന സാധനങ്ങളാണ് ഈ മോഡലിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് തൊടണം. ഈ എക്സോസ് പൈപ്പൊക്കെ ഓൾറെഡി എക്സോസ് പൈപ്പ് എൻ്റെ അടുത്ത് പൊട്ടിയിട്ട് ഞാൻ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ വരുന്ന മിറേഴ്സൊക്കെ ഹാർഡാണ്, അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് എടുത്ത് സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ വരുന്നവർ തൊടുമ്പോഴൊക്കെ പെട്ടെന്ന് അറിയാതെ അവരെ കയ്യിൽ നിന്നൊക്കെ പൊട്ടാൻ ചാൻസ് ഉള്ള മോഡലാണ്. ഞാൻ ഈ മിറേഴ്സെല്ലാം എൻ്റെ അടുത്ത് ഓൾറെഡി പൊട്ടിയിട്ട് ഞാൻ രണ്ടാമത് സ്റ്റിക്ക് ചെയ്തതാണ് ഇതൊക്കെ. ഇനി കാണിക്കാൻ പോകുന്നത് ഇതാ സ്കൈലൈൻ GTR R34. R34 പിന്നെ നമ്മൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. നമ്മൾ പോൾ വാക്കർ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡലാണ് R34. അപ്പോൾ ഞാനും ഒരു R34 അങ്ങോട്ട് സ്വന്തമാക്കി. ഇതാണത്, കൈഡോ ഹൗസിൻ്റെ വൈഡ് ബോഡി കിറ്റൊക്കെ കയറ്റിയിട്ടുള്ള നല്ല സ്റ്റൈലൻ കാറാണിത് കേട്ടോ. ഇതിനും ഡീറ്റെയിലിംഗ് കുറച്ച് കൂടുതലാണ്. ഇതിൻ്റെ അലോയ്സ് നോക്കിയാൽ കാണാം, ഉണ്ടോ, നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല എക്സോസ് പൈപ്പുകൾ കാണാം, സ്പോയിലർ കാണാം, പിന്നെ വൈഡ് ആംഗിൾ ബോഡി കിറ്റ് ഞാൻ പറഞ്ഞ പോലെ, പിന്നെ റോൾ കേജ്, ഉള്ളിലെ റോൾ കേജ് കാണാം. പിന്നെ ഒരുപാട് സ്പോൺസർഷിപ്പാണോ അതോ എന്താണെന്നെനിക്ക് അറിയില്ല, എന്തായാലും കുറേ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയും നമുക്ക് എൻജിൻ റൂം കാണാൻ പറ്റും, ഉണ്ടോ, എൻ്റെ എൻജിൻ റൂം കണ്ടില്ലേ. ഇതും അറൗണ്ട് ഒരു 3,000 റുപ്പീസൊക്കെ വരുന്ന ആ റേറ്റിൽ വരുന്ന കാറാണ്. പിന്നെ ഈ RWBൻ്റെ തന്നെ 1:18 സ്കെയിലൊരു മോഡൽ എൻ്റെ അടുത്തുണ്ട്, അത് ഞാൻ വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. അതേപോലെ തന്നെ മാസ്റ്റേഴ്സിൻ്റെ ഈ ഹമ്മർ ഉണ്ടല്ലോ, ഇതേപോലെ ഇതിൻ്റെ 1:18 അത് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഫ്രണ്ടിലെല്ലാം തന്നെ തുറന്ന് കാണിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു മോഡൽ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ കാണിച്ചു കേട്ടോ. 1:18 സ്കെയിൽസിലുള്ള കാസുകൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ എല്ലാ സ്കെയിലുള്ള കാസും ഉണ്ട്. 1:64 ആണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തരുന്നതെന്ന് മാത്രം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മെജോറിറ്റിയുടെ വാനാണ്. T1 T3 മോഡൽസാണിത്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്തതാണ് ഓൾറെഡി. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ബോക്സ് എടുത്താൽ കേട്ടോ. ഈ വാനിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ബാക്കത്തെ നമുക്കിത് തുറക്കാൻ പറ്റും, ബൂട്ട് തുറക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ലഗേജ് വയ്ക്കാം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്, ഉണ്ടോ.
ഇതൊക്കെ 1:64 സ്കെയിലിൽ വരുന്ന കാസാണ്. മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ കാറാണ്. അതുപോലെ തന്നെ ഇതും അതെ, ഇതിൻ്റെയും നമുക്ക് ഈ ഡോറ് ഓപ്പൺ ചെയ്യാം, തുറക്കാം. ഇതും ഞാൻ എത്ര റേറ്റ് ആയെന്ന് എനിക്ക് ഓർക്കുന്നില്ല. എന്തായാലും 12,000 രൂപ എന്തായാലും ഇതിലും വരും തോന്നുന്നു, ഈ രണ്ട് വാനിനും കൂടെ. ഇതാണ് 1:64 സ്കെയിലിൽ ഞാൻ മേടിച്ച എൻ്റെ ആദ്യത്തെ ടോയ്സുകൾ അല്ലെങ്കിൽ ആദ്യത്തെ കാസുകൾ എന്ന് പറയാം. അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞ പോലെ 1:18, 1:32, 1:43, 24 അങ്ങനെയുള്ള എല്ലാ സ്കെയിലുള്ള കാസുകളുണ്ടായി. ഞാൻ വരും വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം മേടിച്ച എൻ്റെ ഫസ്റ്റ് കളക്ഷൻസ്. വളരെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊക്കെ ഹോട്ട് വീൽസ്, കുറച്ച് വേറെ ബ്രാൻഡുകളാണ്. അപ്പോൾ ഇനി ഞാൻ വരുന്ന വീഡിയോയിൽ വേറെ കുറേ കളക്ഷൻസ് എൻ്റെ അടുത്തുള്ള എല്ലാ സ്കെയിലുള്ള കളക്ഷൻസും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ആ സ്കെയിലുള്ള മോഡൽസ് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുന്നോട്ട് എന്താ പറയുക, ഓരോരോ പുതിയ മോഡൽസായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.